അവരോടാ തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഇനി ആരും ഇത്തരം ഒരു തെറ്റ് ചെയ്യാത്ത രീതിയിൽ ജനങ്ങൾക്ക് ശക്തമായൊരു സന്ദേശം നൽകാനും സാധിക്കണം. നമ്മളെ കൊണ്ടാവും പോലെ നമുക്ക് ശ്രമിക്കാം. അവളുടെ ഭർത്താവല്ലേ, അവന് ടെൻഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ? ഇല്ല ചാ, കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാം പറഞ്ഞ ഓക്കെ ആക്കിയിട്ടുണ്ട്. പ്രസീദേ, നീ ആ വിനീതയുടെ ഗോൾഡ് എല്ലാം എടുത്ത് ഒരു ബോക്സിലാക്കി വെക്കേ. നാളെ രാവിലെ അത് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വെക്കണം. അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? ഒരു സാധനവും ഇനി തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. കണക്ക് പറഞ്ഞാ അവരിനി ഇങ്ങോട്ടാ തരേണ്ടത്. ഈ കേസിൽ നിന്ന് നാണക്കേടിന്ന് രക്ഷപ്പെടാൻ ഇനി എത്ര ലക്ഷം രൂപ കളയേണ്ടി വരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അവനെവിടെ പ്രദീപ്? റൂമിലുണ്ടെന്ന് തോന്നുന്നു. ആ, പ്രദീപേ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി നമുക്കെതിരെ കേസൊന്നും വരാതെയും നിയമ നടപടികൾ ഇല്ലാതെയും നോക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഞാനേ ആ ലീലയോട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയാം. നീ ആ ഫോൺ എടുത്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിക്കേ. ലീലേ, ഓ നീ മുറി വൃത്തിയാക്കിയോ? ഇല്ല, എന്നോടൊന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞത്. ആ, അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ ഞാൻ. ആ മുറി ക്ലീൻ ചെയ്ത് പഴയതുപോലെ ആക്ക്. ശരി. ആ മതി മതി മതി, പൊക്കോ പൊക്കോ. എടാ, അതിനകത്ത് ആ സിമ്മൊക്കെ എടുത്ത് കളഞ്ഞേക്ക്. ഈ ഫോൺ എവിടെ കളയാനാമേ? ആ പറമ്പിലെ കാടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്ക്. ഇനി അത് ആർക്കും കിട്ടരുത്. ശരി. നമസ്കാരം സാർ. സാർ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. അതല്ലല്ലോ അതിന്റെ രീതി. ആവശ്യക്കാരൻ ഞങ്ങളല്ലേ. നമുക്കിടയില് അങ്ങനെയുള്ള ഫോർമാലിറ്റീസിന്റെ ആവശ്യമല്ലോ ഉണ്ടോ? അല്ല, അത് ഞങ്ങൾ വന്നതേ. അല്ല സാർ, അത് ഇത് തരാനാ. അല്ല, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു സാർ, SP ഓഫീസിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. എന്താ? സാറിനെ അന്വേഷിച്ചു. താനെന്ത് പറഞ്ഞു? സാറ് വാഷ്റൂമിലാണെന്ന് പറഞ്ഞു. നന്നായി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. വിനീതയുടെ കേസിന്റെ റിപ്പോർട്ട് ചോദിച്ചാ വിളിച്ചത്. അത് ഞാൻ സംസാരിച്ചോളാം. താനിപ്പോ ചെല്ല്. ശരി സാർ. സാർ, ഇതൊരു അഡ്വാൻസ് ആയി കണ്ടാൽ മതി. ബാക്കി കേസ് കഴിഞ്ഞ് നമുക്ക് സെറ്റിൽ ചെയ്യാം. ഓക്കെ. റിപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓഹോ, നിങ്ങൾ അധിക നേരം ഇവിടെ നിൽക്കണ്ട. ചാനലുകാർ ആരെങ്കിലും കണ്ട പിന്നെ അത് മതി. ഓക്കെ സാർ, പിന്നെ ഞങ്ങൾ ചേരട്ടെ. എന്നാ ശരി. കേറ.
പ്രദീപിന്റെ വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് വെച്ച് അവർ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അതിന് അവർക്കെതിരെ ശക്തമായ തെളിവുകൾ കിട്ടണ്ടേ? തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഛെ. ഛെ. എന്താ പെട്ടെന്നൊന്നും കേൾക്കാതെ? അതെടുത്ത് കളയുന്നതാ നല്ലത്. അതിന്റെ കാര്യം ഓർക്കാതെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അതെല്ലാം അവൻ കേൾക്കും. നമ്മളിത് എപ്പ കളഞ്ഞാലും നാളെ അവൻ ഇതിലും വലിയത് എന്തെങ്കിലുമായി വരും. അതിനേക്കാളും നല്ലത് ഇത് സേഫായി ഇവിടെ ഉണ്ടെന്ന് അവനെ വിശ്വസിപ്പിച്ച് അവൻ കേൾക്കണമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതിലൂടെ അവനെ അറിയിക്കുന്നതാ. അതിന് ഇതിങ്ങനെ കുപ്പിയിലിട്ട് വെച്ചാ മതിയോ? പോരാ, നമ്മൾ പുറത്തേക്ക് പോകുമ്പോ അവൻ കയറി സെർച്ച് ചെയ്യും. അപ്പൊ ഇത് പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് അവനെ ബോധിപ്പിക്കാൻ നമ്മളിത് തിരികെ വെച്ചിട്ട് പോകും. ഇതെന്തൊന്നും കേൾക്കുന്നില്ല. ചാർജ് തീർന്നു. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. അല്ല, അവസാനം എല്ലാം തലവേദനയാവാതിരുന്നാ മതിയായിരുന്നു. അങ്ങനൊന്നും സംഭവിക്കില്ല. നമ്മൾ ശ്രദ്ധിച്ചാ മതി. ഓക്കെ. ആ പ്രദീപും ഫാമിലിയും അവർക്കെതിരെ അന്വേഷണം പോലും ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചാ നമ്മൾ അവരെ വെറുതെ വിടുമെന്ന് കിരണിന് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് വിനോദിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. നമ്മളിനി എന്തൊക്കെ ചെയ്താലും വിനോദിനും കുടുംബത്തിനും ഉണ്ടായ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല. അതൊരു സത്യമാണ് കിരൺ. അതിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അവരോട് ആ തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഇനി ആരും ഇത്തരം ഒരു തെറ്റ് ചെയ്യാത്ത രീതിയിൽ ജനങ്ങൾക്ക് ശക്തമായൊരു സന്ദേശം നൽകാനും സാധിക്കണം. നമ്മളെ കൊണ്ടാവും പോലെ നമുക്ക് ശ്രമിക്കാം.